ഏതായാലും രാവിലെ തന്നെ നല്ല കനത്ത മഴയാണ്. ഈ മഴയത്ത് മറന്നു പോകാൻ പാടില്ലാത്തൊരു മത്സരം ഉണ്ടെന്ന്, യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ. നമ്മൾ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഇന്ത്യൻ സമയം അനുസരിച്ച് വരുമ്പോൾ നാളെ പുലർച്ചെ 12:30-ക്കാണ് മത്സരം. അതായത് ഇന്ന് രാത്രിയായിട്ട് വരും. ആ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് PSG-യും ഇൻ്റർ മിലാനുമാണ്. PSG നമുക്കറിയാം, ലയണൽ മെസ്സി, നെയ്മർ ജൂനിയർ പോലുള്ള മികച്ച താരങ്ങളെ, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളെ തങ്ങളുടെ കൂടാരത്തിലെത്തിച്ചിട്ട് ഈ ഒരു കപ്പിന് വേണ്ടിയിട്ടാണ്, ഈ കപ്പ് നേടാൻ വേണ്ടിയിട്ടാണ് അവരെയൊക്കെ ഈ ഒരു ടീമിലേക്ക് എത്തിച്ചത്. എന്നാൽ അന്നൊന്നും PSG-ക്ക് ഈ ഒരു കപ്പിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ വർഷങ്ങൾ ഒരുപാട് വട്ടം ഫ്രഞ്ച് ലീഗിലെ ചാമ്പ്യന്മാരായപ്പോഴും ഈ ഒരു കപ്പ്, ഈ ഒരു സ്വപ്ന കപ്പ്, യുവേഫ ചാമ്പ്യൻസ് ലീഗ് എന്ന അവരുടെ ചിരകാല സ്വപ്നം, അത് നേടാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇന്ന് ആ സ്വപ്നം പോകണമെന്നാണ് PSG-യുടെ ആരാധകരും അതുപോലെ ഫുട്ബോൾ പ്രേമികളൊക്കെ ഉറ്റുനോക്കുന്നത്. പിന്നെ ഈ ഫൈനൽ നടക്കുന്നത് മ്യൂണിക്കിലെ അലയൻസ് അരീനയിലാണ്. 2011-12 സീസണിലാണ് അവിടെ വെച്ചിട്ട്, ആ വേദിയിൽ വെച്ചിട്ട് അവസാനം യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ നടക്കുന്നത്. അന്ന് നമുക്കറിയാം ബയൺ മ്യൂണിക്കും ചെൽസിയുമാണ് ഏറ്റുമുട്ടിയത്. ആ മത്സരത്തിൽ ചെൽസിയാണ് വിജയിച്ചത്. ഇനി അതേ അലയൻസ് അരീനയിൽ ഇന്നിപ്പോൾ ഈ 2025 ഇതിന്, അതായത് 2024-25 സീസണിൻ്റെ ഈ ഫൈനൽ ജനത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ PSG-യിലേക്ക് തന്നെ വരാം. ഈ PSG 2019 ഇതേപോലെ തന്നെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ എത്തിയതാണ്. പക്ഷെ അന്ന് കിരീടം നേടാൻ അവർക്ക് സാധിച്ചില്ല. ഇന്ന് ബയൺ മ്യൂണിക്കിനോട് തന്നെയാണ് അവർ തോറ്റു തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് അവരുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകുമോ എന്നൊക്കെ അറിയാനായിട്ട് ഇനി അധികം നേരമൊന്നും കാത്തിരിക്കേണ്ടെന്നേ. ഈ ഒരു മഴക്കാല ദിനം കൂടി ഒന്ന് കഴിഞ്ഞിട്ട് മതി. നമ്മളവിടെ മൺസൂൺ നല്ല കനത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. കാലവർഷം അതിൻ്റെ ശക്തിയിൽ തന്നെയാണ് എല്ലായിടത്തും പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ രാത്രി ഒന്ന് ഉറക്കമൊഴിച്ചത് ഒരു 12:30-ക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫൈനൽ കാണാൻ പറ്റും. അപ്പോൾ PSG-യുടെ കട്ട ആരാധകരുണ്ടെങ്കിൽ അവരൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണിത്. ഒരു മറക്കാൻ പാടില്ലാത്തൊരു ദിവസമാണിന്ന്. അപ്പോൾ ഈ ചാമ്പ്യൻസ് ലീഗ് ഒരു ആവേശകരമായിട്ടുള്ള മത്സരം തന്നെ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. PSG കപ്പെടുക്കുമെന്ന് നമുക്ക് നോക്കാം.